12 കിലോമീറ്ററോളം കാട്ടിനുള്ളിലൂടെ നടന്ന് ശബരിമലയ്ക്ക് പോകാവുന്ന ഒരു കാനനപാതയുണ്ട്. പമ്പയെ കൂടി അല്ലാതെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്ററോളം അകലെയുള്ള സത്രം എന്ന മനോഹരമായിട്ടുള്ള ഗ്രാമം. സത്രം എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തന്നെ പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്നാണ്. ശരിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ആ ശബരിമലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അങ്ങനെയൊരു ഗ്രാമമാണ്. എന്തായാലും ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ വണ്ടിപ്പെരിയാറിനടുത്താട്ടോ. അപ്പം വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം പോണ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സത്രം എന്നൊരു ഗ്രാമത്തിൻ്റെ കാഴ്ച നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ സത്രത്തിൽ നിന്ന് നമുക്ക് പരുന്തുംപാറയ്ക്ക് പോകാനുള്ള ഒരു വഴി ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ. പുതിയല്ല, പഴയ വഴിയായിരുന്നു. നല്ല ടാറൊക്കെ ഇട്ട് നല്ലതായിട്ട് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂട്ടിൽ നമ്മുടെ യാത്ര, നമ്മൾ സത്രം ഗ്രാമം കണ്ടു കഴിഞ്ഞ് നമ്മുടെ പരുന്തുംപാറ വരെയുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള ഉൾഗ്രാമങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയാണ് ഈ വീഡിയോ എടുക്കാൻ നേരത്തും. ജസ്റ്റ് ഒരു എന്നാ പറഞ്ഞത് 5 മിനിറ്റ് മഴ തോറും പിന്നെ പെട്ടെന്ന് തന്നെ മഴ പെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെയാണല്ലോ, ശബരിമലയ്ക്ക് ഉള്ളൊരു കാനനപാത ഇതുവഴിയാണ് കേട്ടോ. സത്രത്തിൽ നിന്ന് നമുക്ക് നടന്ന് ശബരിമലയ്ക്ക് പോകാൻ പറ്റും. എനിക്ക് വേണം ഒരു 10-12 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട് മൊത്തം ടോട്ടലി കവർ ചെയ്യണം. അപ്പോൾ ഒരുപാട് അയ്യപ്പന്മാരൊക്കെ പോണ ഒരു വഴിയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം വൃശ്ചിക മാസം 1-ാം തീയതി തൊട്ട് ശബരിമലയ്ക്ക് നട തുറക്കുമല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ സത്രത്തിൻ്റെ ഇപ്പോഴത്തുള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണാം കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ കുട്ടിക്കാനം വഴിയാണ് വന്നേക്കുന്നത്. കുട്ടിക്കാനം നമ്മുടെ പട്ടുമല പള്ളിയൊക്കെ കൂടി നമ്മുടെ ആ ഒരു ഭാഗത്തോടെയാണ് വന്നേക്കുന്നത്. ആ വഴി വരുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ. നമ്മൾ രാവിലത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എവിടെ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ തൊട്ടുള്ള കാഴ്ച കണ്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സത്രം എന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് ഈ ഒരു വണ്ടിപ്പെരിയാർ വഴിക്ക് പോകുമ്പോണ്ടല്ലോ, ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മല ഇങ്ങനെ വെട്ടി എന്നാ പറഞ്ഞത് നമ്മുടെ വാഗമൺ പോകുന്ന പോലെയുള്ള വഴികളാട്ടോ. മൊത്തം ഇങ്ങനെ ചുരം റോഡുകൾ പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമാട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമുക്ക് പിന്നെ പട്ടുമല പള്ളിയുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴിക്ക് നല്ല മഴയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര രസമാട്ടോ. അപ്പോൾ ഇതാണ് പട്ടുമല പള്ളിയുടെ ആ ഒരു തേയിലത്തോട്ടമൊക്കെ. ആ പട്ടുമല എന്നൊരു എസ്റ്റേറ്റാണത്. പരുന്തുംപാറയ്ക്ക് പോകാൻ ഇവിടുന്ന് ഒരു 7.8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 7.82 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചാണ്. ഇവിടുന്ന് സത്രം പോകാനൊരു 10-11 കിലോമീറ്റർ ഉണ്ട് ഈ വഴി. അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ലൊരു റോഡൊക്കെ പണിതുണ്ട് കേട്ടോ പരുന്തുംപാറയ്ക്ക്. ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്. തോടിന് ചുറ്റുമായിട്ടും ഇങ്ങനെ മറ്റേ വാഗമരമൊക്കെ ഇങ്ങനെ പൂത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സുഖം, നല്ല രസമാട്ടോ ഈ സ്ഥലം ഇങ്ങനെ കാണാൻ വേണ്ടി. ഇവിടെ അധികം വണ്ടിയും ഒന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ എന്നാ പറഞ്ഞേ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജ് കൂടെ യാത്രയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആളും ബഹളമൊന്നും ഇല്ലാതെ വളരെ കാമാൻ കോയറ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ മാലിന്യമോ മറ്റോ വേസ്റ്റ് ഒന്നും കൊണ്ട് ഇടല്ലോ കേട്ടോ. വളരെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടത്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട്, ചാറ്റൽ മഴയൊക്കെ ആയതുകൊണ്ട് എന്നാ പറഞ്ഞേ ഇപ്പം അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഇവിടെ എല്ലാം നല്ല പച്ചപ്പാണ്. അപ്പോൾ ഈ പച്ചപ്പുള്ള സമയത്ത് യാത്ര ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് സത്രത്തിലൊന്ന് പോയിട്ട് വരാം. വാ. KVTയുടെ തന്നെ തേയിലത്തോട്ടങ്ങളാട്ടോ ഇവിടെ ഫുള്ള്. അവരുടെ തന്നെ ഒരു അർണക്കൽ ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. ഈ എസ്റ്റേറ്റിൻ്റെ പേരും അങ്ങനെ തന്നെ പറയുന്നത് തോന്നുന്നു, അർണക്കൽ എസ്റ്റേറ്റ്. ദ മിഡ്ലാൻഡ് റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇത്. മറ്റേ സത്രത്തിൽ നിന്ന് വരുന്ന ജീപ്പുകളൊക്കെ കേട്ടോ. ഇതുപോലെ ട്രിപ്പ് ജീപ്പുകൾ ആൾക്കാർ ഒരുപാട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മഴക്കാലത്തെ കാഴ്ച. ശരിക്കും ഇവിടുത്തെ വഴിയൊക്കെ ഒന്ന് ശരിയാക്കി വളരെ നല്ലതായിരുന്നു കേട്ടോ. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന അർണക്കൽ എസ്റ്റേറ്റാണിത്. ഇത് സാമാന്യം വലിയൊരു എസ്റ്റേറ്റാണ്. അവിടെ ഈ സത്രം എത്തുന്ന വരെ ഇതുപോലത്തെ എസ്റ്റേറ്റുകളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങളായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ആനയൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പോണ വഴിക്കൊക്കെ എല്ലാം. എന്തായാലും അയ്യപ്പന്മാരൊക്കെ ഒരുപാട് വരുന്നൊരു ഏരിയയാണ് ഈ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാവുന്ന സ്ഥലങ്ങളൊക്കെ.
ഇത് മൊത്തം മഴ ദിവസമാണെന്ന് തോന്നുന്നു. കണ്ടോ, ഫുള്ള് താഴെ മൊത്തം ഇങ്ങനെ കോടയാണ്. കണ്ടോ, കാണതല്ലോ. ഇങ്ങോട്ടൊക്കെ വഴിയൊക്കെ ഭയങ്കര മോശമാണ്. കണ്ടോ, ശരിക്കും ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നന്നാക്കേണ്ടതായിരുന്നു. പരുന്തുംപാറയ്ക്ക് ആ വഴി ശരിയാക്കിയ പോലെ. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. വഴി ശരിയാക്കില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. ഈ മഴ ഇരട്ടിയായിട്ടോ. പക്ഷെ മഴയത്തുള്ള യാത്ര ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്ര കേട്ടോ. നമുക്കൊരു ഫീൽ തോന്നുന്ന ഒരു യാത്രയാണ്. കണ്ണ് കാണത്തില്ലാത്ത മഴ. എസ്റ്റേറ്റിൽ പോലും പണിയെടുക്കുന്ന ആൾക്കാർക്ക് കുട വിടാൻ പോലും പറ്റില്ല. അന്തമാതിരി മഴയാണ് പുറത്ത്. മഴക്കാല യാത്ര, മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല രസമാട്ടോ. പിന്നെ ഒരുപാട് ഹെവി മഴയത്തൊക്കെ യാത്ര ചെയ്താൽ പിന്നെ ഈ ഏരിയ അത്ര വലിയ അപകടം പിടിച്ചുള്ള ഏരിയ അല്ല കേട്ടോ. കാരണം ഒരുപാട് വലിയ വലിയ മലകളില്ല. അപ്പം അതുകൊണ്ട് അത്രമാത്രം സീനില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടുത്തെയൊക്കെ കുറേ തേയിലയൊക്കെ വെട്ടി കേട്ടോ. നീലാകാശം നോക്കി, അതിൻ്റെ അപ്പുറത്തോട്ട് എന്താ, അതിൻ്റെ അപ്പുറത്ത് നീലാകാശം കണ്ട ഭാഗത്താട്ടോ സത്രം. കണ്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കൂടുതലായിട്ട് സഞ്ചാരികളെ കൊണ്ട് ഒരുപാട് ആൾക്കാർ സത്രം കാണാൻ വേണ്ടി വരുന്നുണ്ട്. സത്രം വ്യൂ പോയിന്റ് അങ്ങനെ അപ്പം അങ്ങനെയുള്ള ഏരിയ ഒക്കെ വരുന്നുണ്ട്. പിന്നെ AVTയുടെ അതൊരു എന്നാ പറഞ്ഞ ബംഗ്ലാവൊക്കെ അങ്ങോട്ട് കയറി കേട്ടോ. ഗട്ടറുള്ള റോഡാണ് ഇതുണ്ടോ. AVTന്ന് പുല്ലേലൊക്കെ വെട്ടി എഴുതി വെച്ചാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കേട്ടോ, റോഡിൽ നോക്കി പോയില്ലെങ്കിൽ കുഴി കേട്ടോ. മൊത്തം ഗട്ടറാണ്, ഒരു രക്ഷയില്ല. അപ്പം ഈ റോഡൊക്കെ ഒന്ന് അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നാക്കിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇവിടുത്തെ ആരാന്ന് വെച്ചാൽ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ ഇതൊരു റേഷൻ കടയൊക്കെ കേട്ടോ. അർണക്കൽ എസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വരുന്നിട്ടുള്ള റേഷൻ കടയും ചെറിയൊരു ഗ്രാമമൊക്കെയാണിത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ സത്രം പോകാനുള്ള സ്ഥലം. സത്രം നേരെയാണിത്. ഇവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്, കോവിലുണ്ട്, കോവിൽ. കണ്ടോ, ഇതൊക്കെ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ആൾക്കാർ തമിഴരാണ്, തമിഴ് വംശജരാണ് കൂടുതലും ഇവിടെ കേട്ടോ. പണ്ട് കാലത്ത് ഇവിടുന്ന് ഇപ്പോൾ കമ്പം കുമളിയൊക്കെ പോകാൻ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കുടിയേറി പണ്ട് കാലത്ത് വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ബ്രിട്ടീഷുകാർ വന്നിട്ടുള്ള കുറേ ബംഗ്ലാവുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ടോ നമുക്കറിയത്തില്ലാത്ത കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെയുള്ള ആരെങ്കിലും പരിചയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരേ ആളുകളോടൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വിക്കിപീഡിയ അനുസരിച്ചുള്ള വിവരങ്ങളും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വന്നാൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകാം കേട്ടോ. അത് നിങ്ങൾ ക്ഷമിക്കുക, വേറെ നിവൃത്തിയില്ല നമുക്ക് കേട്ടോ. നമുക്കൊരു ഡോക്യുമെൻ്ററി ടൈപ്പ് അല്ലല്ലോ നമ്മൾ. പിന്നെ ഈ ഒരു എസ്റ്റേറ്റ് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള എസ്റ്റേറ്റാണ്. ഇതിലുള്ള KSRTC കേട്ടോ, നേരെ സത്രത്തിന് പോകുന്ന വണ്ടിയാണ് പോണേ. അങ്ങനെ നമ്മൾ വണ്ടീനെ കണ്ടു. ഒരു പച്ചപ്പാണ് കേട്ടോ. പിന്നെ ഉണ്ടോ, ഈ ഒരു തേയിലയ്ക്ക് ആവശ്യമായിട്ട് വെള്ളമൊക്കെ താഴെ ആ കുളത്തിൽ നിന്ന് കേട്ടോ. ഇവിടെ ചെറിയൊരു കുളമൊക്കെയാണ് കേട്ടോ. കുളമെന്ന് പറയാനില്ല, വെള്ളം കെട്ടിയിരിക്കണേ. ഈ മലയിൽ പെയ്ത്തോളെല്ലാം ആ ഒരു ഭാഗത്തായിട്ട് കേട്ടോ തടഞ്ഞു നിർത്തിയിട്ട് അതിന് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. ഇങ്ങനെ പോകും കേട്ടോ. കണ്ടോ, നല്ല അത്യാവശ്യം നല്ല ഇപ്പം ചെറിയ മഴ പെയ്തിട്ട് ഇങ്ങനെ വെയിൽ ഇങ്ങനെ വന്ന സമയം കേട്ടോ. കണ്ടോ, ഇവിടെ എന്നാ പ്രത്യേകത വെച്ചാൽ നല്ല കാറ്റായിരിക്കും കേട്ടോ. എവിടെ വന്നാലും നല്ല കാറ്റായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വേർക്കല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് വന്നാൽ. കണ്ടോ, നല്ല രസമല്ലേ. എപ്പോഴും മഴ പെയ്യാം കേട്ടോ. മഴയുടെ ഇങ്ങനെ തകർത്ത് നിൽക്കുവാണ്. സ്റ്റേറ്റിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കപ്പേളകളും പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടുള്ള വഴി ഇപ്പം കണ്ടോ, പെട്ടെന്ന് വന്ന് മഞ്ഞ് കയറുന്നതാണ്. ഇതുണ്ടോ, ഇതൊരു പഴയ കാലത്തൊരു പള്ളിയാട്ടോ. ഇത് ഈ അർണക്കൽ എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള പള്ളിയാണ്. അപ്പോൾ അവർക്കുള്ള എസ്റ്റേറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയായിരിക്കും പണിതിട്ടാണ്. ഇപ്പോൾ അവിടെ കുർബാനയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ള കാര്യം അറിയില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പം ഒത്തിരി ആൾക്കാരൊക്കെ പണിയെടുത്തോണ്ടുന്ന എസ്റ്റേറ്റല്ലേ. അപ്പോൾ ഇവിടുത്തെ റോഡാണ് ഒരു രക്ഷയില്ലാത്ത റോഡ്. ഭയങ്കര മോശം റോഡാട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഇവിടുത്തെ റോഡൊന്ന് ശരിയാക്കാൻ അടുത്ത പ്രാവശ്യം ഈ 2026 നമ്മൾ വീണ്ടും സത്രം കാണാൻ വരുന്നതായിരിക്കും. ശരിക്കും എവരി ഇയർ നമ്മൾ സത്രത്തിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ. എല്ലാ വർഷവും ഒരു 3 സീസണിലും യാത്ര ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ സത്രത്തിൽ തന്നെ 2-3 ഏരിയകളുണ്ട്. സൗത്രം മൗണ്ട് എന്നങ്ങാണ്ട് ഇത് അറിയപ്പെടണം കേട്ടോ ഈ സ്ഥലം. ഇതുണ്ടോ, ഒരപ്പച്ചനയുടെ കുടയൊക്കെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പോണേ.
മൊത്തം മഞ്ഞ് വന്ന് മൂടി കേട്ടോ. ഇതുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ലയങ്ങളാട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ള. ബസ് സ്റ്റോപ്പ് ഉണ്ട്. എനിക്കിവിടെ KSRTC ആ വരുന്ന KSRTC ബസ് എത്ര ചാലാണെന്ന് അറിയില്ല. ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ. ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടിട്ട് വന്നേ ഉള്ളൂ. എന്താ അല്ലേ, ഇടുക്കി ജില്ലയിൽ നമ്മൾ ഏതോ തമിഴ് ഗ്രാമങ്ങളോട് പോണ പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ വന്ന്. അങ്ങനത്തെ ഒരു ഫീലാണ്. ഒരു നമ്മുടെ കേരളത്തിലൂടെ പോണേന്ന് നമുക്ക് തോന്നില്ല. ഇത് ഇടുക്കി ജില്ലയുടെ ഏറ്റവും അങ്ങേരത്തെ സ്ഥലമായിട്ടത്. ഇതിൻ്റെ അപ്പുറം വന്നാൽ ഇനി തമിഴ്നാടായിരിക്കും. ഇവിടെ ബത്തേൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു മൗണ്ട് എസ്റ്റേറ്റ് അങ്ങോട്ട് കണ്ടോ. ഇത് നമ്മുടെ സമ്മറിമ്പത്തിലേവിനകത്ത് സുരേഷ് ഗോപി എന്ന സ്ഥലം പോലെ ഉണ്ടല്ലോ. കൊള്ളാട്ടെ. ഇവിടെ കുറച്ച് ബാമ്പു നിൽക്കുന്നുണ്ടോ നോക്കി. ഇത് ബാമ്പു പല രീതിയിലുള്ള ബാമ്പുണ്ട്. ഏത് ടൈപ്പ് ബാമ്പു നടത്തില്ല. നമ്മൾ തോട്ടിക്ക് ഉപയോഗിക്കുന്ന കൂട്ടുള്ള ബാമ്പാന്ന് തോന്നുന്നു. നട്ടുപിടിപ്പിച്ചാൽ തോന്നുന്നു. താഴെ വലിയ കൊക്ക കേട്ടോ എസ്റ്റേറ്റ്. ഇപ്പോൾ സത്രത്തിൻ്റെ നമ്മുടെ കാനനപാതയിലേക്കൊക്കെ പോണ വഴി വലതു ഭാഗത്തേക്ക് താഴത്തോട്ട് പോയാൽ കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന് താഴത്തോട്ട് പോകണം. പിന്നെ നമ്മുടെ സത്രം എന്ന് പറഞ്ഞ എയർപോർട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയൊരു എയർപോർട്ടിൽ എയർ സ്ട്രിപ്പൊക്കെ, അത് ഈ വഴി അങ്ങ് പോയാൽ കേട്ടോ. കുറച്ചുകൂടെ ഒരു 1/2 കിലോമീറ്ററോളം പോയാൽ നമുക്ക് അതെത്തും. ഇവിടെ ശരിക്കും കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഫുള്ളിങ്ങനെ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന കാലാവസ്ഥ കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. ഇന്ന് രാവിലെ തൊട്ട് നല്ല കാലാവസ്ഥ. പക്ഷേ ഈ ഒരു കാലാവസ്ഥ ഇവിടെ വന്നാണല്ലോ ഒരു വേറൊരു വൈബ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സത്രത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വല്ലപ്പോഴും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്ലേസ് ആണിത്. അല്ലാതെ തന്നെ ശരിക്കും നമുക്ക് മനസ്സിനും എന്നാ പറഞ്ഞത് ശരീരത്തിനൊക്കെ ഒരു ഉണർവ് നൽകുന്ന ഒരു യാത്ര ആയിക്കോട്ടെ സത്രത്തിനുള്ള. പ്രത്യേകിച്ചും ഡിസംബർ ഒരു ജനുവരി മാസം വരെയുള്ള യാത്ര നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞാൽ ആണ് ഇവിടെ അത്യാവശ്യം നല്ല ചൂടൊക്കെ വരുള്ളൂ. പിന്നെ ചെറിയൊരു മഴ പെയ്താൽ അപ്പം തന്നെ മഞ്ഞും ഒന്ന് മൂടുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ സത്രത്തിന്. പിന്നെ സത്രത്തിന് 1, 2, 3 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഡിവിഷൻ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് നമ്മൾ ആദ്യം കാണുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ചെറിയൊരു കോവിലൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഈ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. എൻ്റെ പുറകിൽ കാണുന്ന ജീപ്പ് ഉണ്ടോ, അതൊക്കെ ഓരോ എന്നാ പറയുക ഒരുപാട് സഞ്ചാരികളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനുണ്ടോ. നമ്മൾ സത്രം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഇവിടെ കൂടുതലായിട്ട് ജീപ്പുകൾ ഓടുന്നു കേട്ടോ. ഞാൻ ഇന്നാളെ 1 വർഷം മുമ്പ് ഞാനിവിടെ വന്നായിരുന്നു. പക്ഷെ അന്നേരം വന്നപ്പം ഈ റോഡൊക്കെ ഫുള്ളായിട്ട് എന്നാ പറഞ്ഞത് ഓഫ് റോഡ് പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം നമുക്കിത് ടാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഒരു എയർ സ്ട്രിപ്പിന് അവിടെ വരെ പോയിട്ട് പിന്നെ താഴത്ത് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോണ വഴിയുണ്ടല്ലോ, ഈ ഇടയ്ക്ക് ശരിയാക്കിയ വഴിയാട്ടോ. പണ്ട് ഞാൻ വന്നപ്പം ഇന്നാൾ വന്നപ്പം ഈ വഴി മൊത്തം ഓഫ് റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ടാറൊക്കെ ഇട്ടാൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സത്രം വ്യൂ പോയിന്റിലുള്ള വഴിയാട്ടോ. എയർ സ്ട്രിപ്പിലോട്ടൊക്കെ ഉള്ള വഴി ഇത് തന്നെ കേട്ടോ. ചെറിയ വീതിയുള്ളേ, നമ്മൾ നോക്കി നോക്കി പോകണം. പക്ഷെ നല്ല രസമാണ് ഇതിലേക്കിടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടോ. ഇപ്പം മഴ ഇങ്ങനെ മാറി നിൽക്കുന്ന സമയമായിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പം ചിലപ്പം കാഴ്ചകളൊക്കെ കാണാൻ ഒരുപക്ഷെ പറ്റിയേക്കോട്ടോ. കിട്ടില്ലല്ലേ ഇത്. ഈ ഒരു സൈഡിൽ ഭയങ്കര കൊക്ക പോലുള്ള സ്ഥലം കേട്ടോ. ഒരു വണ്ടി വന്നാൽ നമ്മൾ സൈഡ് ഇങ്ങനെ ഓണടിച്ച് വേണം പോകാൻ. ഇത് മൊത്തം ഇന്നാളെ ഫുൾ ഓഫ് റോഡ് നമ്മളിങ്ങനെ കയറി വന്ന കേട്ടോ. പിന്നെ പെട്ടെന്ന് ടാറിട്ടോ. ഈ ഒരു കാര്യം മാത്രം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് എന്നാലും കിടലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയും കൂടെ ചെയ്തായിരുന്നെങ്കിൽ വളരെ ഉപകാരമായേനെ. ഇവിടം വരെ ചെയ്തു കേട്ടോ. ഇവിടം വരെ ഉള്ളൂ. ഇനി ഓഫ് റോഡാണ്. ദൂരെ കാണാം കേട്ടോ നമ്മുടെ സത്രം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ. കണ്ടോ മഞ്ഞിങ്ങനെ മാറുമ്പോൾ ചിലപ്പം അടിപൊളിയായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി. അവിടം വരെ ജീപ്പ് പോകും കേട്ടോ. ഇങ്ങോട്ട് നമ്മുടെ വണ്ടി ഇറങ്ങി പോകില്ല. ഇതുണ്ടോ, ഇത് ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ വന്ന വഴി ഇതാണോ, ഇതാട്ടോ. ഇത് താഴെ വരെയാണ് ശരിക്കും പറഞ്ഞാൽ റോഡുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മൾ ഇതിലേക്കൂടെ വന്നിട്ട് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ താഴത്തോട്ട് പോകാം. ഇത് ഫുൾ ഓഫ് റോഡാണ്. നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടാണ് കൂടുതലായിട്ട് സഞ്ചാരികൾ വരുന്നത്. എപ്പോഴും ഇങ്ങനെ ആൾക്കാർ വരുന്ന ഈ വഴിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സത്രത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇടുക്കി ജില്ലയുടെ ഇഷ്ടപ്പെട്ട ഒരു 5 ഗ്രാമങ്ങൾ എടുത്താൽ ഒന്ന് ഇത് തന്നെ കേട്ടോ. കാരണം ചില മുട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ 5 ഗ്രാമങ്ങൾ എനിക്കിഷ്ടപ്പെട്ട 5 ഗ്രാമങ്ങളുടെ പേര് പറയാം. ഒന്ന് നമ്മുടെ കൊടയത്തൂർ ഭയങ്കര ഇഷ്ടമാണ് ഇടുക്കി ജില്ലയിലെ. അതുപോലെ മുട്ടുകാട് എന്ന ഗ്രാമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുക്കി ജില്ലയിലെ. ഇപ്പോഴത്തേക്കും ഒന്ന് സത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുക്കി ജില്ലയിലെ. പിന്നെ എനിക്ക് ഗ്രാമങ്ങൾ കാണാൻ കൂടുതൽ ഇഷ്ടം ഈ 3 ഗ്രാമമാണ്. എന്നെ ഇപ്പോൾ എപ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര രസമാണ് അവിടെ. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു 3 ഗ്രാമം ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ ഒരിക്കലെങ്കിലും. ഈ മഴ ഇങ്ങനെ ജസ്റ്റ് ഇപ്പം മഴയില്ല, പെട്ടെന്ന് തന്നെ മഞ്ഞ് വരും, പിന്നെ പഞ്ഞ് മൂടി പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ കിടപ്പട്ടെ.
അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു ഏരിയ കേട്ടോ. നമ്മുടെ മഴക്കാലത്ത് കാണാൻ വേണ്ടി നല്ല രസമല്ലേ ഇവിടെ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടി ആട്ടോ. കണ്ടോ, അവിടെ ട്രിപ്പ് ജീപ്പുകൾ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഈ പല സ്ഥലത്തോടെയും ട്രിപ്പ് ജീപ്പുകൾ നീ ഇറങ്ങി പോകട്ടോ. കണ്ടോ, അത് വേറെ വഴിക്കൂടെ പോകണേ. അപ്പോൾ നിങ്ങൾ കുമളിയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് നിങ്ങളുടെ അവിടെ റിസോർട്ടൊക്കെയാണ് തോന്നുന്നു താഴെ ഭാഗത്ത് കാണുന്നത്. കണ്ടോ, നമ്മളെ വണ്ടിപ്പെരിയാർ ആ ഒരു ഭാഗത്താണ് നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന കാനനപാതയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് കാരണം നമ്മൾ ഇത്ര അകലെ നിൽക്കുന്നത്. ഇവിടെ ഫുള്ളായിട്ട് കാഴ്ച ഇതാണ്. കുമളി ഭാഗത്തൊക്കെ തീർച്ചയായിട്ടും പോവുകയാണെങ്കിൽ നമ്മുടെ പേര് ഷാനവാസ് അല്ലേ. ഷാനവാസിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഷാനവാസിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിക്കുമല്ലോ. എത്ര വ്യൂ പോയിന്റ് ഇവിടെ മൊത്തം കാണാൻ വേണ്ടി ആണോ? അപ്പോൾ നിങ്ങൾ കുമളിയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ, കുമളിയിൽ ജീപ്പിലൊക്കെ വരുവാണെങ്കിൽ സത്രത്തിൽ തന്നെ ഒരു 3 വ്യൂ പോയിന്റ് ഉണ്ട്. അല്ലാതെ തന്നെ വേറെ 2 വ്യൂ പോയിന്റ് ഉണ്ടോ അത് നമുക്ക് ഫുള്ളായിട്ട് അറിയത്തില്ല. അപ്പം അതിനൊക്കെയുള്ള കോൺടാക്ട് ഉണ്ടെങ്കിൽ ഷാനവാസിനെ ഞാൻ ജസ്റ്റ് കണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്പർ കൊടുത്തേ കേട്ടോ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പം അത്യാവശ്യം സത്രത്തിൻ്റെ ഉള്ളേരിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു സത്രം വ്യൂ പോയിന്റ് നോക്കിയാണല്ലോ, നല്ല കാലാവസ്ഥയാണെങ്കിൽ അപ്പുറത്തെ മലയിലെ ആനകളെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ശബരിമല കാടുകളൊക്കെ കേട്ടോ, പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന വലിയ മലനിരകളാണ് അതൊക്കെ. ഒരു പ്രാവശ്യം എങ്ങാണ്ടാണ് താഴെയുള്ള എയർ സ്ട്രിപ്പിൽ വിമാനമൊക്കെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിനെ മടുപ്പിക്കാത്ത കാഴ്ചകളാണ് സത്രം എന്ന മനോഹരമായിട്ടുള്ള ഗ്രാമം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അടുത്ത മഴയ്ക്കും നമ്മൾ അക്കരെ എത്തണം കേട്ടോ. അതിനും നമ്മൾ പോവാണ് ഇവിടുന്ന്. കണ്ടോ, ഇവിടെ എത്ര സമയം വന്നാലും നമുക്കിങ്ങനെ സമയം പോകാൻ അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ നോക്കി നോക്കും. കാരണം അത്ര സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഈ സത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല കേട്ടോ. ഒരിക്കലും ഇവിടെ വന്നേ. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടോ, അതേ വേറൊരു ജീപ്പ് വരുന്നുണ്ടോ. ഇങ്ങനെ ഒരുപാട് ജീപ്പ് സഫാരിക്ക് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. എല്ലാം ഇങ്ങനെ കുമളി ഏരിയ എന്നൊക്കെയാണ് കേട്ടോ. നിങ്ങൾ കുമളിയിലൊക്കെ ഇടുക്കി ജില്ല മൊത്തം ഒന്ന് കാണുവാണെങ്കിൽ കുമളി വന്നതിന് ശേഷം ജീപ്പിന് വന്നത്. ഇവിടെയായിട്ട് ആദ്യം വന്ന് നമ്മളിനി താഴത്തോട്ട് പോവാണ്. നമ്മുടെ ശബരിമലയിലെ കാനനപാതയുടെ അങ്ങോട്ട് അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതുണ്ടോ, ബത്തേൽ പ്ലാന്റേഷൻ കേട്ടോ അറിയപ്പെടുന്നത് ഈ ഒരു തേയിലത്തോട്ടം തന്നെ. ആ മല കണ്ടോ, ഭയങ്കര ഭംഗിയല്ലേ മല. അതൊക്കെ ശരിക്കും കൊടും നിബിഡ വനങ്ങളാട്ടോ. ശരിക്കും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മൾ പോകണം കേട്ടോ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കുമളി നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലോട്ട് ഇത് കണക്റ്റ് ആവും ഈ ഒരു വനം വന്നിട്ട്. ഇന്നാൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ശബരിമല സീസൺ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ശബരിമല സീസൺ ആവാത്തതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ. അന്ന് ഇവിടെ ഫുള്ള് കടയും കാര്യങ്ങളാട്ടോ. ഈ സീസൺ ആകുമ്പോൾ ഇവിടെ മൊത്തം കടയാവും, പോലീസ് ചെക്ക് പോസ്റ്റ് ആവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വരും കേട്ടോ. ഇവിടെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. എല്ലാ കടകളും നമ്മുടെ സ്വാമി അയ്യപ്പന്മാരെ വരവേക്കാനുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ട ഇവിടുത്തെ എയ്ഡ് പോസ്റ്റുകളെല്ലാം തന്നെ പൂട്ടിയേക്കുവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സത്രത്തിൻ്റെ ശബരിമല സീസൺ അല്ലാത്ത സമയത്ത്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ഥലം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു വഴി കണ്ടോ, ആ ഒരു വഴിയാണ് നമ്മുടെ കാനനപാതയിലോട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന കാനനപാതയാണ്. ഏകദേശം 12 കിലോമീറ്ററോളം അങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ പോയാലോ നമുക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു മുരുകൻ്റെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അതൊക്കെ നിബിഡ വനം കേട്ടോ മൊത്തം. ഇവിടെയൊക്കെ ആനയൊക്കെ വന്ന സ്ഥലം കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളി ഏരിയ അല്ലേ. നമ്മൾ ഇവിടെ ഈ ഒരു സീസൺ അല്ലാത്ത സമയത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ തിക്കും തിരക്കും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ആ പഴയ വീഡിയോ ഞാൻ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കണ്ടു നോക്കിയാൽ ആ ഒരു സമയത്തും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം 8 പോസ്റ്റൊക്കെയാണ്. അങ്ങോട്ട് അയ്യപ്പ ഭക്തന്മാരെ മാത്രമേ കയറ്റുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ മൊത്തം കടകളായിരിക്കും, അവിടെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാവരും പരിശോധിച്ചിട്ടൊക്കെ കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഭക്തരായ ആൾക്കാർക്ക് മാത്രമേ വനത്തിൽ പോകാനുള്ള അവകാശമുള്ളൂ കേട്ടോ. പിന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആ ഊരുവാസികൾക്കും പോകാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. എന്തായാലും കൊള്ളാമല്ലേ. സത്രം അടിപൊളി ഒരു ഗ്രാമമാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ശരിക്കും പെർമിഷനൊക്കെ മേടിക്കാൻ അതിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എന്തായാലും കൊള്ളാം, അടിപൊളി. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. എന്നാ പറഞ്ഞേ, നമ്മുടെ കലാഭമണി പണ്ട് പാടി മല കയറാൻ മാലയിട്ടാൽ മനസ്സിനുള്ളിൽ ആനന്ദം എന്നൊക്കെ പറയും പോലെ ആ ഒരു എന്നാ പറഞ്ഞേ അയ്യപ്പസ്വാമിയുടെ നാമമൊക്കെ ജപിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു മേട് കയറി പോകാനൊക്കെ ഭയങ്കര രസമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വർഷമൊക്കെ ശബരിമലയ്ക്ക് പോകണമെങ്കിൽ പോണവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ.
ശബരിമലയ്ക്ക് പോയ ആൾക്കാരും കമൻറ്റ് ചെയ്യുക. ഇതുവഴി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവഴിയുള്ള എങ്ങനെയാണ് കാനനപാതയുടെ കിടപ്പ് എന്നൊക്കെ അറിയാലോ. എനിക്ക് ഈ 2 വഴികളും ഒരു ദിവസം ഒന്ന് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എന്തായാലും നടക്കുമായിരിക്കും. അതെ, ഇവിടെ വന്നിരിക്കണ ഈ ഒരു തോട് കിടന്ന് മേളിലോട്ട് പോയാൽ ഇങ്ങനെ ഫുള്ള് കാനനപാത കേട്ടോ. ഏകദേശം 12 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ലേ, വനത്തിലൂടെ തന്നെ യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്തിച്ചേരാം കേട്ടോ. എന്തായാലും സീസൺ ആയ സമയത്തും സീസൺ അല്ലാത്ത സമയത്തൊക്കെ ഒന്ന് ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ട സ്ഥലം കേട്ടോ. ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ് ഉണ്ടല്ലോ, ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ 6:40 തൊട്ട് സർവീസ് തുടങ്ങും കേട്ടോ, നമ്മുടെ വണ്ടിപ്പെരിയാറിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വൈകിട്ട് 7 മണി വരെ ഈ ഒരു ബസ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് വരാൻ വേണ്ടി ഒരു KSRTC ബസ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഓട്ടോ മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ രാജേട്ടൻ പറഞ്ഞത് ഇന്നലെ താഴെ ഞാൻ ആനപ്പിണ്ണം കണ്ടായിരുന്നു. താഴെ ആന ഉണ്ടല്ലേ? ഓ, അപ്പോൾ നമ്മുടെ രാത്രിയൊക്കെ വന്ന ആന ഉണ്ടാവും അല്ലേ? ഇവിടുന്നാണ് ചേട്ടൻ ചുമന്നോട്ട് പോണേ ആളുകളെ? പമ്പയെന്നല്ലേ? ഓ, ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ഫുള്ള് കാനനപാതയാണ്. കൂടുതൽ പോകുന്നല്ലേ? ബാക്കി എല്ലാ ആൾക്കാരും പമ്പ വഴിയേ പോകുള്ളൂ അല്ലേ? പമ്പ വഴി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു 6-7 കിലോമീറ്റർ കണ്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ 12 കിലോമീറ്റർ ഉണ്ടല്ലേ? ഇതുവഴി എത്ര സമയം എടുക്കും 12 കിലോമീറ്റർ പോകാൻ? 12 മൈലാണ്. ഞാൻ 12 കിലോമീറ്ററിനാ. ശരി. അത്ര എടുത്തു അല്ലേ? അല്ലാതെ ഒരു നോർമലി നടന്നാൽ 4 മണിക്കൂർ എടുത്തു അല്ലേ? 4 മണിക്കൂർ എടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ശരിയേട്ടാ, ഇത്ര ഇൻഫർമേഷൻ തന്നെ കേട്ടോ. ശരി എന്നാൽ ഓക്കെ, ബൈ. ഏതാ അർജുനൻകോട്ട എന്ന് പറഞ്ഞ വലിയൊരു മലഭാഗം അല്ലേട്ടാ? മലയെന്ന് പറയുന്ന വെള്ളച്ചാരം കേട്ടോ. ഇത് ശബരിമലയുടെ മുകൾ ഭാഗം എന്ന് പറയുന്ന വെള്ളച്ചാരമാണിത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇപ്പുറത്തെ കണ്ടോ, ആ വലിയ മല കണ്ടോ? ആ മലയുടെ അടിഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ശബരിമല ഉള്ളത് അല്ലേ? അങ്ങേ ചെരുവിലാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിൻ്റെ ഈ ചെരുവിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് കണ്ടോ, ഈ ചെരുവിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ശബരിമല ഉള്ളത് കേട്ടോ. അപ്പോൾ കണ്ടോ, ആ വെള്ളച്ചാട്ടമാണ് അർജുനൻകോട്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അതേ ഈ നാട്ടുകാരൻ കൂടിയായ രാജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ചേട്ടനാണ് നമ്മളോട് ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ചേട്ടന് എൻ്റെ ജോലി ചെയ്യണെന്താ? ശബരിമല തന്നെയാണോ? ഓ, സന്നിധാനത്താണ് ജോലി ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പം ഈ ഭക്തന്മാർ അടുത്ത മാസം തൊട്ട് വരും അല്ലേ? വൃശ്ചികം 1-ാം തീയതി തൊട്ട്. ഓ, അതെ അല്ലേ? കൊള്ളാം. ഇതെവിടെ വെക്കാനാ? ഓ, അങ്ങനെ കസേര കെട്ടി ചേട്ടൻ ആളെ ഇങ്ങനെ ചുമന്നോണ്ട് പോണ ജോലിയാണോ? ഓ, അത് ഭയങ്കര പാടല്ലേ? അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ടാവും ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ? നിങ്ങൾ 4 പേര് കൂടിയാണ് ഒരാളെ മേളിൽ കൊണ്ടുപോകണം അല്ലേ? അപ്പം അങ്ങനെ ചുമന്നുകൊണ്ട് മേളിൽ പോണേ എത്ര ചാർജ് മേടിക്കുന്നപ്പോൾ? അതല്ലേ? ഓ, അങ്ങനെയല്ലേ? അല്ല, നമ്മൾ സ്വന്തമായിട്ടല്ല, ദേവസ്വത്തിൻ്റെ വകയായിട്ട്. ഓ, അതല്ലേ? ചേട്ടനപ്പോൾ ഒരു ദിവസം എത്ര പേരെ മേളിൽ വരെ എത്തിക്കും? അങ്ങനെ കൊണ്ടുപോകാറുണ്ടോ? രാവിലെ ഒന്നും വൈകിട്ടൊന്നും വെച്ച് കൊണ്ടുപോകും അല്ലേ? ഓക്കെ. ഇതേ ഇതാട്ടോ, ഈ ഒരു സാധനം ഉപയോഗിച്ചാണ് നമ്മൾ ശബരിമലയുടെ ആളെ ഇങ്ങനെ കൊണ്ടുപോകണേ. ഒരു ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും അല്ലേ കൂടുതലും അങ്ങനെ പോകണേ അല്ലേ? മലയാളികൾ അങ്ങനെ പോകാറുണ്ടോ? ആണോ? തമിഴ്നാടല്ലേ? വയ്യാത്തവരൊക്കെ അല്ലേ? അപ്പോൾ വയ്യാത്ത ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പ് വെച്ച്. ഇത് എന്തിൻ്റെ കമ്പാട്ടാ? യൂക്കാലിയുടെ കമ്പാണോ? ഇത് ശരിക്കും ഒരു സീസണാണ് ഉപയോഗിക്കും അല്ലേ? ഒരു സീസണ് വേണ്ടി ഉപയോഗിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ. എനിക്കിപ്പോൾ പൊക്കാൻ പോലും പറ്റില്ല കേട്ടോ. അത്ര നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. ചേട്ടൻ്റെ പേര് പറഞ്ഞു? രാജു എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ ഇതാണ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പം മൗണ്ട് ഒരു എസ്റ്റേറ്റ് ആണ്. ഇത് പണ്ട് കാലം നിർത്തിപ്പോയതാണ്. ഇപ്പം പുതിയ ആൾക്കാരൊക്കെ എടുത്തിട്ട് നടത്തുന്നു പറയപ്പെടുന്നു കേട്ടോ. പിന്നെ ഈ മൗണ്ടിലുള്ള ചെറിയൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഇവിടെയാണ് കേട്ടോ. കണ്ടോ, ഇതൊരു പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ ഇപ്പം മഴ പെയ്യുന്ന സമയം കേട്ടോ. ഇത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പം അതാണ് ഇവിടുത്തെ കാഴ്ച. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച ഇരിക്കുന്നത് കേട്ടോ ബത്തേൽ പ്ലാന്റേഷനാണ്. ഇവിടെ നമ്മുടെ അർജുനമല ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ശബരിമലയുടെ മോൾഭാഗത്തുള്ള വെള്ളച്ചാട്ടം. ഇവിടെ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളി. ഇപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. എന്നാലും ഈ വഴിക്ക് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല പൂക്കളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. നമ്മളിതേ ഈ വണ്ടി നമ്മുടെ സത്രത്തിന് പോകുന്ന വണ്ടിയാട്ടോ. നമ്മളാ കണ്ട വണ്ടിയില്ലേ, ആ വണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് വീണ്ടും. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് നേരെ ഇനി പരുന്തുംപാറയ്ക്ക് പോകട്ടോ. ഇവിടുന്ന് 7.82 കിലോമീറ്റർ ഉണ്ട് പരുന്തുംപാറയ്ക്ക്. അപ്പോൾ നമുക്ക് പരുന്തുംപാറയ്ക്ക് പോയിട്ട് പരുന്തുംപാറ വരെ പോയിട്ട് ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് നേരെ പോകാം. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തു വരുന്നുണ്ട്. നമ്മൾ ഈ വഴി പോകുമ്പോൾ തന്നെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും ഈ വാഗമരങ്ങളൊക്കെ ഇങ്ങനെ പൂത്തിരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു ആകാശത്തിൻ്റെ കാഴ്ച, എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നല്ല ഒരു നീല സ്കൈ ആണ്.
എത്ര മനോഹരമായിട്ടുള്ള സ്കൈ ആണെന്നറിയോ. എനിക്കാണ് ഉയരം കൂടുന്നതോറും സ്കൈയുടെ കളറ് അതുപോലെ ആവും കേട്ടോ. എന്തായാലും ഇങ്ങനെ പല പല കാഴ്ചകൾ കണ്ട് കണ്ട് നമുക്ക് ഈ റോഡിലൂടെ യാത്ര തുടരാം. നമ്മൾ ആ സത്രത്തിന് പോണ വഴിയില്ലേ, ആ വഴിയിൽ നിന്ന് നമുക്ക് നേരെ ഒരു 8 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് പരുന്തുംപാറ എത്തും. ആ പരുന്തുംപാറ പോകുന്ന റൂട്ടൊക്കെ നല്ല രസമാട്ടോ. ഇപ്പോൾ ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. വഴി റീസെൻ്റ്ലി തന്നെ ടാർ ചെയ്തുകൊണ്ട് നല്ല റോഡാണ്, ഗട്ടറൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിർത്തിയിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഈ വഴി നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പരുന്തുംപാറയൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു വഴി കൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി പരുന്തുംപാറ പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ആ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഹലോ, ഞാൻ ആദ്യമായിട്ട് പരുന്തുംപാറയ്ക്ക് വരുന്നുണ്ടല്ലോ. അയ്യോ, മുണ്ടിപ്പോൾ പറഞ്ഞു 2011-12 ആ ഒരു സമയത്താട്ടോ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒന്നുമില്ല, ഒരു കട പോലും അന്നില്ലായിരുന്നു കേട്ടോ. വളരെ വിജനമായിട്ടുള്ള ഏരിയ ആയിരുന്നു. അധികം ടൂറിസ്റ്റുകളൊന്നുമില്ലായിരുന്നു. ഇപ്പം ഈ കാണുന്ന പോലെ ഒന്നുമില്ലാത്തൊരു സമയം. ഈ ഒരു 15 വർഷത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഒത്തിരി പല നാടുകളിൽ നിന്നും ഈ പരുന്തുംപാറ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് നമ്മുടെ പരുന്തുംപാറ. അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുവഴി വരുവാണെങ്കിൽ മഴയുള്ള സമയത്തോ മഴയില്ലാത്ത സമയത്തോ ഏത് സമയത്ത് വേണമെങ്കിലും വരാം കേട്ടോ. നല്ലൊരു എന്നാ പറയുക, നമ്മുടെ മനസ്സിനൊരു വളരെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും മടുക്കല്ല പരുന്തുംപാറ എത്ര പ്രാവശ്യം വന്നാലും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ആദ്യമായിട്ട് പരുന്തുംപാറ വന്ന വർഷമൊക്കെ ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പരുന്തുംപാറയിൽ നിന്ന് വണ്ടിപ്പെരിയാർ പോകുന്ന റൂട്ടിലല്ലേ നമ്മൾ വന്നേ, നല്ല രസമല്ലേ. അപ്പോൾ ഈ പരുന്തുംപാറ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നേരെ വണ്ടിപ്പെരിയാർ കൂടിയിട്ട് തിരിച്ച് വരാട്ടോ. അത് നല്ലൊരു വഴിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ആ റൂട്ടൊക്കെ ഒന്ന് പോവുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മുടെ സത്രത്തിൻ്റെ വീഡിയോ പരുന്തുംപാറയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ വഴിയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്ത് വരും കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണ കാര്യം പരിഗണിക്കുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു നാടിൻ്റെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം കേട്ടോ.